എന്റെ വിളിയൊന്നും കണ്ടില്ലായിരുന്നു. ഞാൻ വിളിക്കാം. അനു ഇന്ന് രാവിലെ വിളിക്കുന്നല്ലേ പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലല്ലോ രാവിലെ. അതൊക്കെ തിരക്കായി പോയിട്ടാണ്. ഞാൻ വിചാരിച്ചെന്നാ അനു വിളിക്കട്ട് വിചാരിച്ചു. ഞാൻ വിചാരിച്ച അനീഷ് വിളിക്കുമായിരിക്കും എന്നാലേ കാണാതുകൊണ്ട്. എന്തുണ്ട് ഇന്ന് വരൂലല്ലേ? ഇന്ന് രാത്രി കയറുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കയറുന്നില്ലല്ലോ. ഇന്ന് വരാൻ പറ്റും തോന്നുന്നില്ല. എനിക്ക് അതിന് വരുവാ. ഞാൻ വരൂ. ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരും. അതെന്താ എന്നും 2 ദിവസം പോണോ? എനിക്ക് അനുവിന് ആടെ എന്തെങ്കിലും ഉണ്ടല്ലേ? എനിക്ക് ഇന്ന് മറ്റേ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് പണ്ട് എന്റെ കൂടെ പഠിച്ച എന്നെ ഇഷ്ടമുണ്ട് എന്ന് സ്നേഹിച്ച അവനെ ഇന്ന് കണ്ട്. ഓനെയും കണ്ട് നമ്മള് പണ്ടത്തെ ഇതിന്റെ ഓരോ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാതെ ഇപ്പൊ അല്ലേ? അതുകൊണ്ടൊന്നല്ല. എന്നിട്ട് എന്തെല്ലാം പറഞ്ഞേ? അവനെ കണ്ടാലും പണ്ടത്തെ കാര്യന്റെ ഓർമ്മ വന്നു എനിക്ക്. നമ്മള് പണ്ട് 16 വയസ്സുള്ളവരോ കളിച്ച കളിയല്ലോ. 16 വയസ്സുള്ളവരും കളിച്ച്. ഇത് അന്ന് പറഞ്ഞ ആളല്ലേ വേറെ ആളാ? കൊറേ ആളുണ്ടോ ഇങ്ങനെ? എന്താ അങ്ങനെ ചോദിക്കുന്നു? ഞാൻ ഞാൻ പറഞ്ഞ ആളില്ലേ പിന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട്. അയാളുമായിട്ട് ഓനുമായിട്ട് എല്ലാ കളിയും കളിച്ചില്ലേനു? ഉണ്ട്. അതാ ഞാൻ ചോദിച്ചേ. അത് തന്നെയാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. പണ്ടത്തെ ഓർമ്മ. 16 വയസ്സിൽ ഓന്റെ കളിയാനായി. 16 വയസ്സില് മാത്രമൊന്നും ആയിരിക്കില്ലല്ലോ. പിന്നെയും അനു കൊറേ വട്ടം ആളെ കാണുവാൻ പോലും ചെയ്തിട്ടുണ്ടാവൂലേ? ഉണ്ട്. 16 വയസ്സിൽ മാത്രല്ല, 10-20 വയസ്സാകുന്നവരെ എന്റെ കൂടെ തന്നെയാണ്. അന്നേരം അനു ഇപ്പൊ അന്നെ കൊണ്ട് ജയിച്ച പോലെല്ലാം അനു ജയിച്ചിട്ടുണ്ടാവില്ലല്ലേ? അനു ജയിച്ചതല്ല, അയാൾ തന്നെ ചെയ്തതാ. അപ്പൊ നമ്മള് രണ്ടാളും കൂടിയിട്ട് എല്ലാം തീരുമാനിക്കും. അനുവിന് ഇത് എന്നോട് പറയുമ്പോ ചമ്മലൊന്നുമില്ല? എന്തിനാ ചമ്മല്? അനീസിനെ കൊണ്ട് ഞാൻ തന്നെയല്ലേ ഇപ്പൊ. എന്നിട്ട് പിന്നെ അനുവിന് എന്നോട് കല്യാണം കഴിക്കുവോന്ന് ചോദിക്കുന്നു. അപ്പൊ ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടല്ലേ? ഇങ്ങനെയുള്ളോണ്ടാ? അല്ല, ഞാനിങ്ങനെ വിചാരിക്കുന്നേ അന്നേരം. അനുവിനിങ്ങനെ ഇത് മാത്രം ഇങ്ങനെ ചെയ്ത് പോയാ മതിയല്ലേ? വേറെ ഒന്നും വേണ്ടല്ലേ? ആരായാലും ഇല്ല. ഇപ്പൊ അനീസിന് ഇഷ്ടമുള്ളൂ. ഇഷ്ടം തോന്നോട്ടെല്ലാം വിളിച്ചിട്ടപ്പാട് ഇത് തന്നെ ചെയ്യാ. ഇഷ്ടം അങ്ങനെ എല്ലാരോടും തോന്നൂലല്ലോ. അനീസോട് തോന്നി ഇപ്പൊ അനീസിനെ ഇതാക്കി അല്ലേ? ഇനിയിപ്പോ ഞാൻ ദുബായിൽ പോയി കഴിഞ്ഞാല് വേറെ ആരെങ്കിലും തോന്നിയാ അന്നേരം അങ്ങനെയല്ലേ ചെയ്യുവോ? അനീസ് ദുബായിൽ പോകുന്നുണ്ടാ? ഞാൻ ദുബായിൽ പോലും ചെയ്യും. അനുവിന് അന്ന് ഞാൻ ചോദിച്ച പോലെ ഇത്ര ചെറുപ്പത്തിലേ ഇതെല്ലാം തുടങ്ങിയിട്ടും ഇതൊന്നും നിർത്താനൊന്നും തോന്നില്ല. തുടങ്ങിയ പിന്നെ നിർത്താതെ സാധനമായത്. അതിപ്പോ അനീസിന് മനസ്സിലായല്ലോ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കില്ല അനു എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ പിന്നെ വിട്ടുപോകൂലെന്ന് അനുവിന് അറിയാല്ലേ. അപ്പൊ
നീ എന്നെ ദുബായി പോന്നെന്ന് പറഞ്ഞ ഇനി ആടി എത്തിട്ടെന്താ ചെയ്യാ? അവിടെ എത്തിച്ച് ഞാനിങ്ങനെ നിന്നോളൂ. നിൽക്കും, ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് അനു ഇന്ന് ഇയാളെ കണ്ടിട്ട് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടേനോ? അവരും കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? അനുവല്ലേ പറഞ്ഞ അയാള് വേറെ ആരെയോ കെട്ടീനെന്നെല്ലാം പറഞ്ഞേ? ഇല്ല, അതെല്ലാം പോയിനി. ഞാനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ട് പോയിനി. അപ്പൊ ഇന്ന് അനു അയാളായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. എവിടുന്നാ കണ്ടി നിങ്ങള്? നിനക്കറിയാലോ അവന്റെ വീടും അറിയാം. എന്റെ വീട്ടിന്ന് കണ്ട വീട്ടിന്നാ? വീട്ടിൽ പോയിട്ടില്ല, നമ്മള് ഞാനിങ്ങനെ പോകുമ്പോ കണ്ടതാ. നേരം പഴയതെല്ലാം ഓർമ്മിച്ചിട്ട് നിങ്ങളിപ്പോ എല്ലാം പുതുക്കിയിട്ടുണ്ടാവൂലേ നേരം ഇപ്പൊ? എല്ലാം പുതുക്കി. എല്ലോ അന്നേരം അന്ന ഓർമ്മിച്ചിട്ടില്ല? അനീസിന് ഓർമ്മിക്കെടുക്കുവാ. അനു വന്നിട്ട് എല്ലാം ചെയ്ത് അത് അനീസിനോട് പറയണം. അനു അന്നേരം അപ്പൊ ഇനി അനു വേഗം നിങ്ങൾ വരൂലല്ലേ? ഞാൻ വരൂ, വേഗം വരും. അനുവിന് വേണ്ടുന്നില്ല, ആടൊന്നും കിട്ടുന്നില്ല, പിന്നെന്നാ വരണ്ടേ? പിന്നെ അനീസ് പിന്നെ ഒന്നിച്ചിട്ട് വരാൻ അനു അന്നേരം ഒരുപാട് ആളായിട്ട് ഇങ്ങനെ ആകുമ്പോ മോശമല്ലേ? എന്ത് മോശം? അപ്പൊ അയാളുടെന്നായിരിക്കും പുതിയ എല്ലാം പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. അയാളുടെന്നായിരിക്കും ഇതെല്ലാം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതാ ഞാൻ പറഞ്ഞ പുതിയ കുറച്ച് ഐറ്റമായിട്ട് ഞാൻ വരുന്നുണ്ട് അനീസിനെ പഠിപ്പിക്ക്. ഞാനിനി വരുന്നില്ലെങ്കിലോ? എന്താ? ഒന്നുമില്ല. അനീസ് എന്നോട് പറഞ്ഞാ ഇത് നല്ല പരിപാടിയല്ലല്ലോ അനു. ഞാൻ നാട്ടിൽ വരണ്ടേ? നാട്ടിൽ വരണോ? അനു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി. അയാളായിട്ട് ഇങ്ങനെയെല്ലാം ഉണ്ട പിന്നെ അനു ഇങ്ങോട്ട് വരുവാ? അനുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ അയാളല്ലേ? ഇഷ്ടമുള്ളത് അയാൾ തന്നെ. അയാളാകുമ്പോ നല്ല ഇതില് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ അറിയില്ല, എന്നെ പോലെ ആയിരിക്കില്ലല്ലോ. അല്ല, അയാൾ ഇനി കല്യാണം കഴിച്ചാലല്ല? അതെ, ചെയ്യുമായിരിക്കുമല്ലേ? ചോദിക്കട്ടെ എന്നാല്. അനുവിന്റെ ഇഷ്ടമല്ലേ? അനീശനെ എനക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അനു ഉദയം പറഞ്ഞിട്ട്. അത് അനു ആദ്യം ഒറ്റക്ക് എന്തോ ആവശ്യത്തിന് പോയതല്ല, അപ്പൊ ഇയാള് വിളിച്ചിട്ട് പോയതേനു? വിളിച്ചിട്ടൊന്നുമില്ല, അവിടുന്ന് കണ്ടതാ. പെട്ടെന്ന് സാഹചര്യത്തിൽ കണ്ട്. എന്നിട്ട് എവിടെ നിന്ന് ഇതെല്ലാം ചെയ്ത് അയാളെ വിട്ടു പോയിട്ടാ? അതിനെ അനീഷിനോട് പറയുന്നു. പറയണ്ട. ഒന്നുമില്ല ഇല്ലാണ്ട് തന്നെ ഇവിടുന്ന് അന്റെ അടുക്കേന്ന് അന്നെ കൊണ്ടിരിക്കും. ഒന്നും ഇല്ലാണ്ടെല്ലാം ചെയ്തേ. ഇപ്പൊ അങ്ങനെയാണ്. ഒന്നും എല്ലാം ഫ്രീ ആയിട്ടാ? അപ്പൊ മുമ്പും അങ്ങനെയാ ചെയ്യല്? മുമ്പ് അങ്ങനെയൊന്നല്ല, എന്നിട്ട് ചെറുതല്ലേ. എത്ര വയസ്സില് തുടങ്ങിയതാന്ന് വന്നാലും ഞാൻ പറഞ്ഞേ ഒരിക്കലും മതിയാകാത്. വരുവാ എന്നിട്ട് അനു ഇങ്ങോട്ട്? അനീശലിപ്പം പറഞ്ഞേ ഇനി എന്തിനാ വരുന്നു? അത് ഇനിയിപ്പോ അനു അങ്ങനെയാന്ന് വിചാരിക്കാനല്ലേ പറ്റും നമുക്ക്? ഞാൻ ഇവിടെ തന്നെ കൂടിയാലോ വിചാരിക്കണം. അതെന്ത് പരിപാടിയാന്ന് അനു? അതെന്ത് പരിപാടി? അന്നേരം ഇവിടുത്തെ കാര്യങ്ങളിൽ എങ്ങനെയാ പോവാ? അതല്ല, അത് ഞാൻ വിട്ടാലോ വന്നിട്ട്.
ഡ്രൈവിംഗ് എല്ലാം. അന്നേരം എനക്ക് എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ ശരിക്കും. അനീഷല്ലേ പറഞ്ഞ എനക്ക് ഞാൻ ഇനി വേറെ ആരെങ്കിലും പോയിട്ട് പഠിച്ചിട്ട് എനിക്ക് ദുബായി പോണം. അപ്പൊ വേറെ ആരെന്ന് വെച്ചെങ്കിലും പഠിച്ചു നോക്കാല്. അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അനുവിന് അയാളെ കുറെ കാലമായിട്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് അനു വന്ന് ഇടക്കിടക്ക് പോകുന്നുണ്ടാവും അല്ലേ നാട്ടിലിങ്ങനെ ആവശ്യം പറഞ്ഞിട്ട്. ഇല്ല, നീ കണ്ടില്ലേ എപ്പോഴും ഞാൻ പോകുന്നത്. അയാൾ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതിനേക്കാണി നല്ല രീതിയിൽ ഇഷ്ടമായി അയാൾ ചെയ്തേ. പണ്ട് അങ്ങനെയാണ്, ഇപ്പൊ മോശമില്ല. വരുവോ? ഞാൻ വരുന്നു പറയുന്നു, നോക്കട്ടെ. ഞാൻ എന്നാ അങ്ങ് വരാന്ന്. ഇനിയിപ്പൊ അയാളുടെ ഉള്ളോണ്ട് ഞാനങ്ങ് വരുകയും വേണ്ടല്ലോ അല്ലേ. ഇനി ഇന്ന് വന്നാല് എനിക്ക് ഇങ്ങൊന്നും ശരിയാവില്ല. പിന്നെ ഞാനെന്നാനും ചെയ്യുക. നീ എന്നാ ചെയ്യാ കുറച്ചും കൂടി ശരി, ഞാൻ നോക്കട്ടെ. അതിനും വേഗം പാനും. ഞാൻ രാവിലെ ഫോൺ വിളിക്കുന്നോട്ട് വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിനുമല്ല ഊട്ടിക്കെല്ലാം പോണെന്ന് പറഞ്ഞിട്ടില്ലേ, പോണ്ടേ? നീ ഊട്ടിക്ക് വരുന്നില്ലല്ലോ. ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞിട്ട്. ഞാൻ വന്നാൽ ഉറപ്പായിട്ടും വരുവാ. ഊട്ടിക്ക് പോവോ? ഇനി അയാളെയും കൂട്ടിട്ട് പോവോ? അത് നീ വന്നിട്ടില്ലേ ഞാൻ അയാളെയും കൂട്ടി പോകും. ആരായാലും മതിയില്ലല്ലേ. പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ. കാര്യം നടന്നോ പോലെ. മാത്രം നടന്നാ മതിയല്ലേ. പിന്നെ അനീഷ് കല്യാണം കഴിക്കുന്നില്ല, പിന്നെ വേറെ ഉള്ളത്. നാളെ വരുവോ? ഞാൻ വെക്കുന്നേ നാളെ വരുവോന്ന്. നാളെ നോക്കട്ടെ. വിളിക്കുവോ? വിളിക്കാം. നീ വിളിക്കുവാ? ഞാൻ വിളിക്കും നാളെ രാവിലെ. എന്നാ വിളിക്കും, നോക്കിയിട്ട് ഞാൻ വിളിക്കും.